ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം അണകവിയും നാഴലാഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരം ഏകിയണഞ്ഞിടും നാരായണ ഗുരു നായകനെന്റെ ദൈവമല്ലോ. ഓം വേദാത്മികേ വിമല പൂർണ്ണ ശശാങ്കവക്രേ ഹാരാദിഭൂഷണ വിഭൂഷിത സുന്ദരാംഗി സന്താപഹാരാണി സുഭാഷിണി ബോധലീനി ദാസേ സദാമയി ദയാം ഗുരുചാരുശീലേ. പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ പാദാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 139 ഭാഗം അവതരണം. അത് നമ്മുടെ പ്രതിഷ്ഠ അല്ലല്ലോ. ശിവഗിരിയിൽ ഗുരുദേവൻ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ച അതേ ദിവസം തന്നെ അവിടെ മറ്റൊരു ദേവതാ പ്രതിഷ്ഠ കൂടി നടക്കുകയുണ്ടായി. ആലിമ്മൂട്ടിലെ ചാന്നാർ കൊണ്ടുവന്ന ഒരു ശിവപ്രതിഷ്ഠയായിരുന്നു അത്. ആ വിഗ്രഹത്തിന്റെ കണ്ണും മൂക്കും സ്വർണത്തിൽ തീർത്തിട്ടുള്ളതായിരുന്നു. ശാരദാ മഠത്തിന് മുകളിലായി കിഴക്കോട്ട് മാറി ഒരു മടപ്പള്ളി അന്നുണ്ടായിരുന്നു. ആ മടപ്പള്ളിക്കും മേലെയായി ഓല കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഷെഡ് സ്ഥിതി ചെയ്തിരുന്നു. അതിനുള്ളിലാണ് ആ ശിവപ്രതിഷ്ഠ നടത്തിയിരുന്നത്. അന്ന് ശാരദാ മഠത്തിലെ പൂജാദികൾ ചെയ്യുവാനായി ഗുരുദേവൻ നിയോഗിച്ചിരുന്ന ശങ്കരൻ പരദേശി സ്വാമികളായിരുന്നു ആ പ്രതിഷ്ഠ നടത്തുകയുണ്ടായത്. പിൽക്കാലത്ത് ആ ഷെഡ് അഗ്നിക്കിരയായിപ്പോയി. ആ പ്രതിഷ്ഠയെക്കുറിച്ച് അറിവുണ്ടായിരുന്ന ഒരാൾ വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഗുരുദേവനോട് അതേപ്പറ്റി ഇങ്ങനെ ചോദിച്ചു: സ്വാമി, ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ നാളിൽ തന്നെ അവിടെ ഒരു ശിവപ്രതിഷ്ഠ കൂടി നടത്തുകയുണ്ടായല്ലോ. ഗുരുദേവൻ അപ്പോൾ തന്നെ അയാൾ പറഞ്ഞതിനെ ഇപ്രകാരം തിരുത്തി: അത് നമ്മുടെ പ്രതിഷ്ഠയല്ലല്ലോ, ശങ്കരന്റേതാണ്. അവതാരവരേഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം. അത് നമ്മുടെ പ്രതിഷ്ഠ അല്ലല്ലോ അവതരണം ഗുരുദേവ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.